ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സേവ്യർ. ഞാൻ തലശ്ശേരി അതിരൂപതയിലെ ചായോത്ത് ഇടവകയിൽ നിന്നുമാണ് വരുന്നത്. ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിലും എൽ റൂഹായിലെ ധ്യാനം എനിക്കൊരു പ്രത്യേക അനുഭവം തന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഈ സാക്ഷ്യത്തിനായി നിൽക്കുക. വന്ന ദിവസം ഞായറാഴ്ച തന്നെ രാത്രിയിൽ സന്ദേശം പറയുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഒരു കപ്പ്യാർ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ആ കപ്പ്യാർ ഈശോ കാണുന്നുണ്ട്, ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഇടവകയിലെ കപ്പ്യാർ കൂടിയാണ്. മാത്രമല്ല, ബുധനാഴ്ച ദിവസം രാത്രിക്ക് സന്ദേശം പറയുമ്പോൾ അച്ഛൻ ഈ അൾത്താരയിൽ നിന്നും വിളിച്ചു പറഞ്ഞു, ഒരു സേവ്യർ എന്ന മകനെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ആരാണ് സേവ്യർ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മാത്രമാണ് കൈപൊക്കാനുണ്ടായിരുന്നത്. ഇവിടുത്തെ ധ്യാനം എനിക്ക് വലിയൊരു ഉൾക്കാഴ്ച നൽകിയെന്നുള്ളതാണ് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു ധ്യാനത്തിന് ലഭിക്കാത്ത ഒരു ബോധ്യം, അത് മത്തായിയുടെ സുവിശേഷം 16:26 വചനമാണ് എനിക്ക് അഭിഷേകമായി ലഭിച്ചിരിക്കുന്നത്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം എന്ന തിരുവചനത്തിൻ്റെ അഭിഷേകം. എൻ്റെ ആത്മാവിൻ്റെ രക്ഷയാണ് പരമപ്രധാനമെന്നും അതോടൊപ്പം മറ്റുള്ളവരെ കൂടി ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ടതുണ്ട് എന്നുമുള്ള വലിയൊരു ബോധ്യവും അതിനുള്ള അഭിഷേകം എനിക്ക് ഈ ധ്യാനത്തിലൂടെ ലഭിച്ചു എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. മാത്രമല്ല, ഞാനിവിടെ വന്ന ദിവസം രാത്രിക്ക് എനിക്ക് കാലിന് ഭയങ്കര കഴപ്പായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, മസിൽ വേദനയും കഴപ്പൊക്കെ ആയിട്ട്. അതെനിക്ക് മിക്കവാറും അങ്ങനെ ഉണ്ടാകാറുണ്ട്. കൂടുതൽ നടക്കവും ഒക്കെ ചെയ്യുന്ന സമയത്ത് കാലിന് അങ്ങനെ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇവിടെ വന്ന ആദ്യത്തെ ദിവസം ഞാൻ കഷ്ടപ്പെട്ടു. എങ്കിലും പിറ്റേ ദിവസം അച്ഛൻ ഇവിടുന്ന് പറഞ്ഞായിരുന്നു, ഒലിവ് ഓയിൽ, വെഞ്ചരിച്ച ഒലിവ് ഓയിൽ വാങ്ങിച്ച് പരട്ടിയിട്ട് കാലിന് പരട്ടി കിടന്നാൽ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതനുസരിച്ച് അതിൽ വിശ്വസിച്ചുകൊണ്ട് ഒലിവ് ഓയിൽ വാങ്ങിച്ച് ഞാൻ കുരിശ് വരച്ച് വിശ്വാസപ്രമാണവും ചൊല്ലി കാലിൽ തേച്ച് കടന്നു. അപ്പം വേദന ഉണ്ടായിരുന്നു നല്ലപോലെ കാലിന്. പക്ഷേ അത് തേച്ച് കടന്നിട്ട് എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയെന്നുള്ളതാണ് എനിക്കേറെ സന്തോഷം. ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ വലിയൊരു പ്രശ്നമാണ് അസിഡിറ്റി പ്രശ്നം. വർഷങ്ങളായിട്ട്, ഒരു 10-15 കൊല്ലമായിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കുകയും ചികിത്സ ഹോമിയോ മരുന്നൊക്കെ കഴിച്ചിരുന്നതാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും ഈ മരുന്ന് കഴിക്കുമ്പോൾ മാത്രം ഫലം കിട്ടും, അല്ലാത്തപ്പം രക്ഷയില്ല. ഭക്ഷണം കഴിക്കാൻ താമസിച്ചാൽ വയറിൽ എരിഞ്ഞിട്ട് ഗ്യാസ് അങ്ങ് കയറും. ഭയങ്കര അസ്വസ്ഥത, ഭയങ്കര പ്രയാസമായിരുന്നു, ഭയങ്കര എരിച്ചലായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ വലിയൊരു പേടി അത് തന്നെയായിരുന്നു, ഭക്ഷണം കഴിക്കാൻ താമസിച്ചാൽ എനിക്ക് പ്രശ്നമാകുമോ. പിന്നെ വേറൊരു കാര്യം, ഇഡ്ഡലിയൊക്കെ, അതുപോലെ ദോശ ഇഡ്ഡലിയൊക്കെ കഴിച്ചാൽ എനിക്ക് രാവിലെ കഴിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോഴത്തേനും ശരീരം വിറയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ താമസിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നമാകും. അപ്പോൾ ഇവിടെ വന്നപ്പോഴും ഈ ബുധനാഴ്ച ഇഡ്ഡലിയായിരുന്നു. ഉച്ചയ്ക്കും താമസിച്ച് 2 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറ് കഴിച്ചത്. പക്ഷേ എനിക്ക് ഇവിടെ ഭക്ഷണത്തിൻ്റെ അങ്ങനെ എത്ര താമസിച്ച് കഴിച്ചാലും, രാത്രിക്കൊക്കെ 10 മണി കഴിഞ്ഞിട്ട് കഴിച്ചിട്ടും എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആ വയറ്റിൽ അസിഡിറ്റി പ്രശ്നം ഒന്നും ഉണ്ടായില്ല. അത് എൻ്റെ ഈശോ നൽകിയ വലിയ അനുഗ്രഹവും സഹായമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ഈശോയ്ക്ക് ഒത്തിരി ഞാൻ നന്ദി പറയുകയാണ്. ഈശോ ഈ നൽകിയ ഈ ധ്യാനത്തിലൂടെ, ഈ എൽ റൂഹായിൽ താമസിച്ച് ധ്യാനിച്ചതിലൂടെ എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ.